കുടുംബക്കാർ ചോദിച്ചു എന്തിനാണ് പുറത്തെ രാജ്യത്ത് നിന്ന് കല്യാണം കഴിച്ചത്. കൂട്ടുകാർ ചോദിച്ചു ഇത്ര വേഗം കുഞ്ഞു വേണമായിരുന്നു. അവർക്കുള്ള ഉത്തരമാണ് ഇത്. റഫ ഹാപ്പിയാണോ? ഒത്തിരി ഹാപ്പിയാണ്. കാരണം എന്താ? ഫാറൂഖ് ഹാപ്പിയാണോ? ഹാപ്പിയാന്ന് കുറച്ച് ഇല്ല, ഒത്തിരി ഹാപ്പിയാണ്. കാരണം ബിക്കോസ് ഇറ്റ്സ് യു റഫ. ഞങ്ങൾ ഹാപ്പിയാണ്. നൂറാമോളുടെ ഫസ്റ്റ് ബസ് റൈഡാണ് ഈ കാണുന്നത്. പക്ഷെ അതൊന്നും ആളറിയുന്നില്ല, ആൾ ഉറങ്ങുന്നുണ്ട്. നല്ല സുഖമായിട്ട് ഉറങ്ങാം. ഇന്തോനേഷ്യ വിടുകയാണെന്നുള്ള കാര്യം ഓൾറെഡി ഉറപ്പിച്ച കാര്യമാണ്, നിങ്ങൾക്ക് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുതിയ പ്ലാനല്ല, പണ്ട് തൊട്ടേ ദുബായിൽ വെച്ചുള്ള ഒരു പ്ലാനാണ് ഒരു കൺട്രി, ഒരു രാജ്യത്തേക്ക് പോകാനുള്ളത്. പക്ഷേ അവിടെ നമുക്ക് ഇന്തോനേഷ്യക്കാർക്കും ഇന്ത്യക്കാർക്കൊക്കെ വിസ വേണം അവിടെ പോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ കോൺസുലേറ്റിലേക്ക് പോവാണ്. നൂറാമോൾ എപ്പോൾ വണ്ടിയിൽ കയറിയാലും അപ്പോഴേ ഇറങ്ങും കേട്ടോ. നമ്മളിവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ടാക്സി എടുത്ത് ആ ടാക്സി നേരെ ഇവിടുത്തെ ബസ് സ്റ്റേഷനിലേക്ക് പോവും. ആ ബസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ബസ് എടുത്തിട്ടാണ് ആ കോൺസുലേറ്റിലേക്ക് പോവാം. ഈ രാജ്യത്തിന് എംബസി ഇല്ല. ഓക്കെ, എംബസി ഇല്ലാത്തത് കൊണ്ട് അവിടെ കോൺസുലേറ്റാണ് പകരം. അവിടെ പോയി നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന നേരം കുറേ ചടങ്ങുകളുണ്ട്. ഇപ്പോൾ നൂറാമോൾക്കാണെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് അവരുടെ ഭാഷയിലേക്ക് മാറ്റണം. അതും കൂടെ പറഞ്ഞേക്കാം. ഈ സ്ഥലത്തെ ആൾക്കാർ ചൈനീസാണ് സംസാരിക്കുന്നത്, പക്ഷേ ചൈനയല്ല. അപ്പോൾ അവിടുത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചൈനീസിലാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഈ രാജ്യത്തിന് എംബസി ഇല്ല, പകരം ഉള്ളത് കോൺസുലേറ്റാണ്. ഒരു വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും ജോലിക്ക് പോകുന്നതിൻ്റെ തിരക്കിലാണ്. ബട്ട് 2 തൊഴിൽ രഹിതരാണ് ഈ വണ്ടിയിലിരിക്കുന്ന 2 ജോബ്ലെസ് പീപ്പിൾ. ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്നില്ല. ഒരു 1 മന്തിലേക്ക് ഞാൻ വർക്ക് ഫ്രം ഹോമിൽ ലീവ് എടുത്തു. സോ ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് വേണ്ടിയും റഫയ്ക്കും നൂറാമോൾക്ക് വേണ്ടിയിട്ടും ഫ്രീ ആണ് കേട്ടോ, കംപ്ലീറ്റ്ലി. ഇവിടെ കയറുന്നതിന് ഇറങ്ങുന്നതിന് മുന്നേ ഇതുപോലെ കാർഡ് കൊടുക്കുകയും എടുക്കുകയൊക്കെ വേണം. ഞങ്ങളിപ്പോൾ ബസ്സിലാണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിൻ ഇറങ്ങി, നമ്മുടെ ടാക്സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ കയറി. റഫയും നൂറാമോൾ അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഇത്ര നേരം അവിടെ ഇരുന്നത്, പക്ഷേ അവിടെ ഇരിക്കാൻ പറ്റില്ല. അത് ലേഡീസിന് മാത്രമുള്ള ഏരിയ ആണ്. ഈ ഒരു ലൈനിനപ്പുറം ആണുങ്ങൾക്ക് പോകാൻ പറ്റില്ല, ലേഡീസിന് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ പ്രത്യേക ഒരു നിയമം കൂടെ ഉണ്ട്. ലേഡീസിന് അഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുകുറ്റം ചെയ്ത് കഴിഞ്ഞാൽ 15 വർഷം തടവാണ്. അത് എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ട്രെയിനിലായിക്കോട്ടെ ബസ്സിലായിക്കോട്ടെ എഴുതി വെച്ചിട്ടുണ്ട്. 15 വർഷം ഇന്തോനേഷ്യൻ പോലീസുകാർ നമ്മളിങ്ങനെ തടവും. ഭയങ്കര സ്ട്രിക്റ്റ് ആട്ടാലോ എന്ന് സവാദോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഈ വണ്ടിയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ ഇറങ്ങിപ്പോകും. ഇതാണ് കേട്ടോ കാർഡ്. ഈ കാർഡ് വെച്ചിട്ടാണ് നമ്മളെ വണ്ടിയിൽ കയറിയത്. പക്ഷേ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ 2 കാർഡിനും പൈസ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതിനകത്ത് വെച്ചിട്ട് പിന്നെ വേറെ രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ത്രൂ ആണ് പേയ്മെൻറ്റ് ചെയ്തത്. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്തത് ഈ കൊച്ചാണ് കേട്ടോ. ഇതിൽ വർക്ക് ചെയ്യുന്ന ആ കൊച്ചാണ്. പേരൊന്നും ചോദിച്ചില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്ത പെങ്കൊച്ചിൻ്റെ പേര് കിട്ടിയേട്ടാ, അസഹറ. അതാണ് ആ കൊച്ചിൻ്റെ പേര്. ചോദിച്ച് മനസ്സിലാക്കിയതല്ല, ID കാർഡിലുണ്ടായിരുന്ന പേര്. എൻ്റെ ഇപ്പുറത്തൊരു കാക്ക ഇരിപ്പുണ്ട് കേട്ടോ. ശരിക്കും ഇപ്പോഴത്തെ ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, ഇത് പ്രയോറിറ്റി സീറ്റാണ് പ്രായമുള്ള ആൾക്കാർക്ക്. അതുകൊണ്ടാണ് ഇതിന് റെഡ് കളർ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് റെഡ് കളറാണ്. ദുബായിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇവിടെയും കുറേ സ്കൈ സ്ക്രാപ്പേഴ്സൊക്കെ ഉണ്ട്, സ്കൈ ലൈനൊക്കെ ഉണ്ട്. ഐ വാസ് ടെല്ലിങ് ദാറ്റ് നോട്ട് ഓൺലി ഇൻ ദുബായ്, ഇൻ ജക്കാർത്ത ഓഫ് ദർ ആർ സ്കൈ ലൈൻ. സ്കൈ സ്ക്രാപ്പേഴ്സ്, സ്കൈ ലൈൻ. മെട്രോയിലായിരുന്നെങ്കിൽ 25 മിനിറ്റ് ട്രാവൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ആ റഫ എടുത്ത് പറഞ്ഞത് നൂറാമോളം കൊണ്ട് ഇതുവരെ നമ്മൾ ബസ്സിൽ കയറിയില്ല, അതുകൊണ്ട് ബസ്സിൽ കയറാം, എനിക്ക് ആ വീഡിയോസ് എടുക്കണമെന്ന്. പക്ഷേ അതിപ്പോൾ ചടങ്ങായി. 25 മിനിറ്റിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഓൾറെഡി 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടില്ല. എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന കാക്കാക്കതേ ഇപ്പം തന്നെ കോട്ട് വരുന്നു. ആൾ ഉറക്കം തൂങ്ങാണ് ഇരുന്ന് കേട്ടോ. അത് കേട്ടപ്പോൾ എഴുക്കും. മുകളിൽ കൂടെ അതെ ഇപ്പം തന്നെ ഒരു 6-7 മെട്രോ കടന്നു പോയി കഴിഞ്ഞു. നമ്മളിപ്പോഴും ഈ റോഡിലെ ബ്ലോക്കിൽ കിടക്കുകയാണ്. ടോൾ റോഡാണെങ്കിലും നല്ല ബ്ലോക്ക് ഉണ്ട്. പല സ്ഥലത്തും ടോൾ പിരിവും നടക്കുന്നുണ്ട് ഉഷാറായിട്ട്. അൽഹംദുലില്ലാ, എൻ്റെ ഇപ്പുറത്തെ സീറ്റ് കാലിയായപ്പോൾ റഫേനെ നൂറമോളെ ഞാൻ അവിടെ പിടിച്ചിരുത്തി കേട്ടോ. നൂറ ഇടയ്ക്കൊന്ന് എണീറ്റു വീണ്ടും ഉറങ്ങി. നല്ലപോലെ ഉറങ്ങിക്കോട്ടെ. അങ്ങനെ ഞങ്ങൾ കപ്പിൾസായിട്ട് നൂറാമോളോടൊപ്പം കുറച്ച് നേരം പുറത്തുള്ള വ്യൂസൊക്കെ ആസ്വദിക്കാൻ കേട്ടോ. ശരിക്കും ഇങ്ങനെ ആസ്വദിക്കാൻ സുഖമാണ്. കാര്യം നമുക്ക് പ്രത്യേകിച്ച് വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അല്ലാതുള്ള ഈ ബസ്സിലിരിക്കുന്നവരെല്ലാം അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകുന്നവരും ജോലി കഴിഞ്ഞ് വരുന്നവരും അങ്ങനെ എന്തൊക്കെയൊക്കെയോ തിരക്കിനിടയിലുള്ള ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്കുള്ള യാത്രയുടെ പകുതി എത്തി. റഫയ്ക്ക് പകുതിക്ക് വെച്ച് വേറെ വിശന്നു. അങ്ങനെ റഫ ടോപ്പപ്പ് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി കാർഡൊക്കെ ടോപ്പപ്പ് ചെയ്തു. അതിനുശേഷം റഫ ഇപ്പോൾ റഫൻ്റെ വയറ് ടോപ്പപ്പ് ചെയ്യാണ്. ഇവിടെ കുറേ കാക്കന്മാർ ഇരിക്കൊണ്ട് എന്നെ നോക്കുന്നുണ്ട്. ജാക്കറ്റൊക്കെ ഇട്ട് ഇത്രയും ചൂടത്ത് എങ്ങനെയാണ് ജാക്കറ്റ് ഇടുന്നതെന്ന് എനിക്കറിയാൻ മനസ്സിലാവാത്ത.
how he can wear jacket in this hot weather? ആ ബസ് ഓടിക്കുന്ന ഒരു താത്താണ് കേട്ടോ. ആ ബസ്സിൽ നമ്മൾ കയറാൻ പോകുന്നത്. പക്ഷേ താത്ത അവിടെ ഇറങ്ങാണ്. പോലീസുകാരികൾ നിൽക്കുന്നുണ്ടോ? ഒരു ഡ്രസ്സ് മാറുകയാണ്. പോലീസ് യൂണിഫോമിൻ്റെ മുകളിൽ ജാക്കറ്റ് ഇടുകയാണ്. അപ്പം മഫ്തിയിൽ പോയിട്ട് ആൾക്കാരെ പിടിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. നമ്മളിതെല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. പോലീസ് യൂണിഫോമിൻ്റെ മുകളിൽ ജാക്കറ്റ് എടുത്തിട്ട് മഫ്തിയിൽ പോയി ആൾക്കാരെ പൊക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നമ്മൾ അടുത്ത ബസ്സിലേക്ക് കയറുകയാണ് കേട്ടോ. റഫ കയറി. ഞാൻ ഇങ്ങനെ പറയായിരുന്നു, പാവ നൂറ മോള് എൻ്റെ മോളായിട്ട് ജനിച്ചു, അല്ലെങ്കിൽ ഞങ്ങളുടെ മോളായിട്ട് ജനിച്ചു. ഇഫ് നൂറ ബോൺ ടു എ റിച്ച് ഫാമിലി ഷീ കുഡ് ഹാവ്. നൂറ ഏതെങ്കിലും വലിയ റിച്ച് ഫാമിലിയിൽ ഇപ്പോൾ ജനിച്ചിരുന്നുണ്ടെങ്കിൽ നൂറ ഇപ്പം ഫോർച്യൂണറിലും റിച്ച് ബൈ ഹാർട്ട് എന്ന്, ഹൃദയം കൊണ്ട് ഞങ്ങൾ പണക്കാരാണെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ നൂറ ഇപ്പോൾ വല്ല ഫോർച്യൂണറിലോ ലാൻഡ് ക്രൂസറിലോ ഒക്കെ പോയേനെ. പാവൻ നൂറ. നമ്മളിപ്പോൾ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ദിസ് ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ ലാൻഡ് ക്രൂസർ ദിസ് ബസ്. ഈ ബസ് ലാൻഡ് ക്രൂസറിനെ ഫോർച്യൂണറിനെക്കാളൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബസ്സാണെന്ന് ഞാൻ പറഞ്ഞത്. ജനറസ്. ഇവരുടെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കേട്ടോ, ഫ്രീഡം ഫൈറ്ററാണ്. ജക്കാർത്തയുടെ ഹൃദയഭാഗത്തൂടാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ മൈക്കൊന്നും എടുക്കാത്തതുകൊണ്ട് നമുക്ക് കാറിൻ്റെയും ബൈക്കിൻ്റെയും എല്ലാം ഒച്ച കേൾക്കാൻ പറ്റും. ബൈക്കില്ല കേട്ടോ. ബൈക്കുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ദുബായ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദുബായിന് ഡൗൺ ടൗൺ ഉണ്ടല്ലോ, നമ്മുടെ ഷെയ്ഖ് സയ്യിദ് റോഡ് ഉണ്ടല്ലോ, അതുപോലെയാണ് ഇന്തോനേഷ്യക്കാർക്ക് ഈ റോഡ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. പക്ഷേ പെഡസ്ട്രിയൻസിനും നടന്നു പോകുന്ന ആൾക്കാർക്കും വണ്ടിയിലല്ലാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഇതുവഴി നടക്കാൻ. അതെന്തോ ഒരു മ്യൂസിയത്തിൽ കൂടെ പോകുന്ന മാതിരി ഒരു ഫീല്. റഫയ്ക്ക് ഉണ്ടല്ലോ ബ്രോക്ക് നിന്ന് ഫോട്ടോ എടുക്കണമെന്ന്. ഞാൻ പറഞ്ഞ ആദ്യം നമുക്ക് വിസ റെഡിയാക്കാം, എന്നിട്ട് എടുക്കാം. കാര്യം അവർ 11:30 അടയ്ക്കും കേട്ടോ. ഈ എമിഗ്രേഷൻ കോൺസുലേറ്റ് ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം എംബസി രാവിലത്തെ സബ്മിഷൻ 11:30-12 മണി വരെ ഉള്ളൂ. 12 മണി വരെ ഓൺലൈനിൽ കാണിക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്നത് 11:30 വരെ ഉള്ളൂന്നാണ്. അപ്പം 11:30 വരെ ആൾക്കാരെ സ്വീകരിക്കത്തുള്ളൂ. അതിനുശേഷം നമ്മൾ അങ്ങനെ എന്തൊക്കെയാണ് എനിക്കറിയത്തില്ല. ഇതുവഴി നടന്നു പോകാൻ നല്ല രസമുണ്ട്. പക്ഷേ വെയിലുണ്ട്. ഞാനിവിടെ ഒച്ചത്തിലൊന്നും സംസാരിക്കുന്നില്ല കേട്ടോ. ചിലപ്പോൾ ഒച്ചത്തിൽ സംസാരിച്ചാൽ എനിക്ക് വിഷയമൊന്നുമില്ല പോടേന്ന് പറഞ്ഞ് എന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. പക്ഷേ ഇവിടെ ആൾക്കാർ ചന്ത മാതിരി സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വിസ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. വിസ കിട്ടിയെന്നല്ല, നൂറ മോളുടെയും റഫേൻ്റെയും എൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും വിസ കൊടുത്തിട്ടുണ്ട്. at what day we have to come back? 1st of September. സെപ്റ്റംബർ 1-ാം തീയതി തിരിച്ചു വരണം. ഇന്ന് ഓഗസ്റ്റ് 26 വിച്ച് മീൻസ് 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരണം. ഇനി നമുക്ക് പോകാനുള്ളത് എവിടെയാണ്? ഇനി നമുക്ക് പോകാനുള്ളത് ഇന്ത്യൻ എംബസിയിലാണ്. അവിടെ ഒരു നിക്കാഹ് ബുക്കിൻ്റെ ഒരു ലീഗലൈസേഷൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പോയി വാങ്ങിക്കണം. ഇങ്ങനെയാണ് പല പരിപാടികളാണ്. ഫുൾ എംബസിയും ഓഫീസും കയറി ഇറങ്ങാണ് കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട്. നൂറാനെ പുറത്ത് വെയിലടിക്കരുത്. എനിക്ക് റഫയ്ക്കും ഇപ്പം ഈ അറ്റസ്റ്റേഷനും ലീഗലൈസേഷനും എംബസിയും കോൺസുലേറ്റും ഒക്കെ ഭയങ്കരമായിട്ട് ശീലമായി കേട്ടോ. ഇവിടെയൊക്കെ പോകുന്നത് ഇപ്പം അമ്മായിൻ്റെ വീട്ടിൽ പോകുന്ന ഫീലില്ലാന്ന്. കാര്യം ഇത് കല്യാണം കഴിഞ്ഞപ്പോൾ അല്ല, കല്യാണം തുടങ്ങുന്നതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇമ്മാതിരിയുള്ള പരിപാടികൾക്ക് പോയി തുടങ്ങിയതാണ്. അത് ഇന്നും തീർന്നിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ട് ഇന്തോനേഷ്യയിൽ നിന്നോ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കീപ്പ് അപ്പ് ദ സ്പിരിറ്റ്. നിങ്ങൾക്ക് കുറേ പരിപാടികൾ ഇതുപോലത്തെ നൂലാമാലകൾ ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടിരിക്കുക. ഡോണ്ട് ഫീൽ ടയേർഡ്. അങ്ങനെ ഞങ്ങളുടെ പ്രയാണം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് വിത്ത് നൂറ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, എൻ്റെ കൂട്ടുകാർ ചോദിച്ചെന്ന്, ഫാറൂഖ് ഇത്ര വേഗം ബേബി വേണമായിരുന്നോ? നിങ്ങൾക്ക് രണ്ടാൾക്കും കൂടെ ലൈഫൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോയായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ ചിരിച്ച് മാത്രമേ വിട്ടത്. ഞാനിപ്പോൾ വിചാരിക്കും ഇപ്പോൾ വേണ്ടാന്ന് വെക്കുന്നു, പിന്നെ ഒരു സമയത്ത് വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പഠിച്ചോൻ തന്നില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പഠിച്ചോൻ നീട്ടി വെച്ചാൽ എന്ത് ചെയ്യുക. കുറേ വർഷമായി ചെറിയ യാത്രകളിലും നമുക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ ഫെസിലിറ്റീസ് എല്ലായിടത്തും ഉണ്ട്. എവിടെ പോയാലും നഴ്സിംഗ് റൂം ഉണ്ടാവും, എവിടെ പോയാലും ഡയപ്പർ റൂം ഉണ്ടാവും. അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്യാണ്. ഞങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇതിനെന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതും പറയാം. എന്തായാലും നൂറാമോള് നമ്മളെ പഠിപ്പിക്കാനാട്ടോ.
നിന്നെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുന്നു പറയുന്ന പോലെ വാപ്പിയെയും ഉമ്മയെയും നൂറാമോള് ദിവസം മണിക്കൂറുകളോളം ഓരോ മണിക്കൂറും ഇങ്ങനെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു സംഭവങ്ങളൊക്കെ ഇതിനപ്പുറം ചാടിക്കടന്നവനാന്ന് പറയുന്ന മാതിരി അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഓരോ ഐഡിയാസ് ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ മണിക്കൂറിലും പഠിക്കുകയാണ്. ഒക്കെ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എന്താ ചെയ്യുക എന്നൊക്കെ നൂറാമോൾ ഞങ്ങളെ ഓരോ പാഠങ്ങളായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. സമയം ഉച്ച 2 മണിയായിട്ടുണ്ട്. ഞാൻ അറിയാതെ കാലാട്ടി കേട്ടോ. കാലാട്ടിയപ്പോൾ ഓർമ്മ വന്നത് പണ്ട് വാപ്പി ഉമ്മയും പറയും കാലാട്ടരുത്, കാലാട്ടി കഴിഞ്ഞാൽ അത് മാതാപിതാക്കൾക്ക് ദോഷമാണെന്ന്, പേരൻസിന് ദോഷമാണെന്ന്. പക്ഷെ അപ്പോൾ വാപ്പി പറയും അതൊക്കെ പണ്ട് കാലത്ത് കാല് ആട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. കട്ടിലിരുന്ന് കാലാട്ടി കഴിഞ്ഞാൽ കട്ടിലിൻ്റെ താഴെ മറ്റേ മുറുക്കാൻ തുപ്പിയിട്ട് വയ്ക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ആ സാധനം ഉണ്ടാവും, അത് തട്ടിയിടും. അതുകൊണ്ടാണ് പണ്ടുള്ള കാരണവന്മാർ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. നമുക്ക് 3 to 4 ഇടയ്ക്കാണ് ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഡോക്യുമെൻ്റ് കളക്ട് ചെയ്യാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ പോകാൻ ഒരു അടിപൊളി ഫുഡ് സ്പോട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. പക്ഷേ അവിടെ നൂറാമോളെ കൊണ്ട് പോകാൻ പറ്റുമോ എന്നൊരു ഡൗട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും. കാര്യം കുറേ ആൾക്കാർ വരുന്ന സ്ഥലമാണ്, കുറേ ആൾക്കാർ സിഗരറ്റൊക്കെ വലിക്കും. പക്ഷേ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. കാര്യം എന്ത് വെറൈറ്റി ഫുഡും കിട്ടും. പിന്നെ റഫയ്ക്ക് ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നല്ല നാടൻ മാംഗോ ജ്യൂസൊക്കെ അവിടെ കിട്ടും. മാങ്ക ജ്യൂസ് ഇന്തോനേഷ്യയിലും നമ്മുടെ നാട്ടിലും മാങ്ക തന്നെയല്ലേ, മാങ്ങ. അപ്പോൾ ജ്യൂസ് മാങ്ക, ഇന്തോനേഷ്യയിൽ നമുക്ക് മാംഗോ ജ്യൂസ്, മാങ്ങ ജ്യൂസ്. അപ്പോൾ അവിടെ പോവാണ്. അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കട്ടെ. അടിപൊളി സ്ഥലമാണെന്നാണ് ഗൂഗിൾ മാപ്പിൽ റിവ്യൂസ് കണ്ടതും റഫയുടെ അറിവിലുള്ളത്. റഫ ജക്കാർത്തയിൽ നിന്ന് അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ജക്കാർത്തയിലെ പല സ്ഥലങ്ങളും എന്നെപ്പോലെ തന്നെ റഫയ്ക്കും പുതിയതാണ്. ഇവിടെ കണ്ട ഒരു പള്ളി കേട്ടോ, കറക്റ്റ് ചൈനീസ് രീതിയിലാണ് പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ പാർക്ക് ചെയ്യാൻ വണ്ടിയും വെച്ചിട്ടുണ്ട്. നമ്മളങ്ങനെ നമ്മളെ ഫുഡ് സ്പോട്ടിലെത്തി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഫുഡിൻ്റെ സ്പോട്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഫുഡ് കോർട്ടെന്നും വിളിക്കാൻ പറ്റത്തില്ല. ഒരു ഫുഡിൻ്റെ ചന്ത, ഭക്ഷണത്തിൻ്റെ ചന്ത എന്ന് വേണമെങ്കിൽ പറയാം. അതിനുള്ളിൽ ഇല്ലാത്ത കടകളില്ല. വറുത്തതും കരിച്ചതും പൊരിച്ചതും എല്ലാ സാധനമുണ്ട്. കേടായ ചിക്കനും കടായ ചിക്കനും എല്ലാ സാധനവും കിട്ടും. നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് അയാം പക് ഗംബൂസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് നിങ്ങൾ ഇന്തോനേഷ്യയിൽ വന്നാൽ അത് ട്രൈ ചെയ്താൽ നമ്മുടെ നാട്ടിലത്തെ ടേസ്റ്റ് മാതിരിയൊക്കെ ഏകദേശം ഫീൽ ചെയ്യും. നമുക്ക് ഒരുപാട് വിയേർഡായിട്ടൊന്നും തോന്നില്ല. പല ആൾക്കാരും ഇന്തോനേഷ്യയിൽ ട്രാവൽ ചെയ്ത സമയത്ത് പറഞ്ഞൊരു സംഭവമാണ്, സ്ഥലങ്ങളും ആൾക്കാരൊക്കെ അടിപൊളി, പക്ഷേ ഫുഡ് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റില്ല എന്ന്. പക്ഷേ പൊരുത്തപ്പെടാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. ജാവാദ്വീപിലാണെങ്കിൽ പൊതുവേ എല്ലാ ഫുഡിലും ഇപ്പോൾ ചിക്കൻ വറുത്താണെങ്കിൽ ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ ഈ അയാം പക് ഗംബൂസ് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ അതിനകത്ത് അതിൻ്റെ കൂടെയുള്ള ഒരു സംബാൽ, ഒരു കെച്ചപ്പ് കണക്കൊരു സാധനം ഉണ്ടാവും. അത് പറയുക എരിവുള്ളത് വേണ്ടാന്ന് പറയാം. ഞങ്ങൾ വാങ്ങിച്ചത് എരിവായിരുന്നു. എൻ്റെ വായും അണ്ടകടാഹവും ഒക്കെ പോയി. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കൽ എന്ന് പറഞ്ഞ ചടങ്ങ് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ഇന്ത്യൻ എംബസിയിലേക്ക് പോവാം. ഐ വിൽ be this thing. Berapa sih? 10. 13. Sugar. അയ്യോ Super. നൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. അത് ഒരുപാട് മധുരം ഇട്ട്, അതിൽ മധുരം ഒരുപാട് എഫക്റ്റ് ചെയ്യുന്നില്ല. വഴിയിൽ ആരെങ്കിലുമൊക്കെ സിഗരറ്റ് വലിക്കുന്ന കാണുമ്പോഴത്തേക്ക് റഫേൻ്റെ നടത്തത്തിൻ്റെ സ്പീഡ് കൂടും. നൂറാമോളിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ റഫയ്ക്ക് ആരെങ്കിലും സിഗരറ്റ് വലിക്കുമ്പോഴത്തേക്ക് ഓട്ടമാണ്. അപ്പം ഇപ്പോൾ നൂറാമുള്ളതുകൊണ്ട് ഭയങ്കര ഓട്ടമാണ്. സെക്കൻഡ് ടൈം ഫുഡ് കഴിച്ചിറങ്ങിയപ്പോഴേക്കും വീണ്ടും ഞങ്ങളെ ഒന്ന് പാഠം പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് നൂറാമോൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ഡയപ്പർ റൂം അന്വേഷിച്ച് അടുത്തുള്ള മോളിലെത്തി. റഫേനെയും നൂറാമോളെയും മോളിലെ പള്ളിയിലാക്കിയിട്ടുണ്ടല്ലോ, പ്രെയർ റൂമിലാക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് എംബസിയിലേക്ക് പോകണം കേട്ടോ. എന്തായാലും ഇന്തോനേഷ്യയിലെ പല ഭാഗങ്ങൾ ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലോ. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ എംബസിയും കൂടെ കാണിച്ചു തരാം. ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ എംബസി, ജക്കാർത്തയിലുള്ള ഇന്ത്യൻ എംബസി സ്ഥിതി ചെയ്യുന്നത് കുനിങ്ങൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് കേട്ടോ. കുനിങ്ങൻ സിറ്റി. ഈ കാണുന്ന ട്രെയിൻ ഉണ്ടല്ലോ, ഈ മെട്രോ സ്റ്റേഷൻ റസൂന സെയ്ദ്, അതിൻ്റെ അപ്പുറത്തെ മെട്രോ സ്റ്റേഷൻ കുനിങ്ങൻ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ എന്തിനെങ്കിലും കാര്യത്തിനായിട്ട് ഇന്തോനേഷ്യയിൽ വന്നിട്ട് ഇന്ത്യൻ എംബസിയിൽ പോകേണ്ട ആവശ്യം വന്നാൽ നമുക്ക് മെട്രോ യൂസ് ചെയ്ത് പോകാൻ പറ്റും. പകരം കുറേ ബസ്സുകളും MRT LRT എന്നൊക്കെ പറഞ്ഞ കുറേ എന്താ പറയുക ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് ജക്കാർത്തയിലുണ്ട്. അപ്പോൾ എന്തായാലും ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ് ഈ റസൂന സെയ്ദ് കുനിങ്ങനൊക്കെ. പിന്നെ അതിനടുത്ത് കുറേ മോളുകളും പല പല ഓഫീസുകളും പല പല രാജ്യങ്ങളുടെ എംബസി ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ആ കാണുന്ന ബിൽഡിംഗ് കണ്ടോ, ആ കാണുന്ന ഫുള്ള് ചില്ല് കൊട്ടാരമുള്ള ബിൽഡിങ്ങിൽ 27ാമത്തെ നിലയിലാണ് നമ്മുടെ ഇന്ത്യൻ എംബസി ഉള്ളത്. അതിൻ്റെ ഉള്ളിൽ ഒരൊറ്റ ഇന്ത്യൻ സ്റ്റാഫിനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇന്തോനേഷ്യക്കാരായ സ്ത്രീകളും പിന്നെ ഒരു പ്രായമുള്ളൊരു കാക്കുണ്ട്. പുള്ളിയാണ് അവിടുത്തെ മേൽനോട്ടം, ഈ അഡ്മിൻ എന്നൊക്കെ പറയില്ല, പുള്ളിയാണ് അവിടെ എല്ലാം ചെയ്യുന്നത്. ബാക്കി മെയിനായിട്ടുള്ള കാര്യങ്ങൾ സീരിയസ് വർക്ക്സ് എല്ലാം ചെയ്യുന്നത് ഇന്തോനേഷ്യക്കാരികളായ പെൺകുട്ടികളാണ്. പ്ലസ് ഒരു ഇന്ത്യക്കാരനുണ്ട് കേട്ടോ, ഒരു ഹിന്ദിക്കാരനാണ്. അങ്ങനെ ഉണ്ടല്ലോ,
ഞാൻ എംബസിയിൽ പോയി സാധനം വാങ്ങി. കാരണം നമുക്കൊരു അബദ്ധം പറ്റി. നമ്മളവിടെ നിന്ന് ബസ്സിൽ കയറി, ബസ്സിൽ സ്റ്റോപ്പിൽ ഇറങ്ങിയില്ല, ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പോൾ പിന്നെ ഇവിടെ ഒരു മോളുണ്ടായിരുന്നു, റഫേനെയും മോളെയും ഈ മാളിൽ ഇരുത്തിയിട്ട് ഞാൻ പിന്നെ പോയി എംബസിയിൽ പോയിട്ട് നമ്മൾ കൊടുത്തിരുന്ന ഡോക്യുമെൻറ്റ് കളക്ട് ചെയ്ത് അങ്ങനെ തിരിച്ച് വന്ന് റഫ നൂറാമോളെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. പക്ഷേ റഫ ടയേർഡാണോ? റഫ ടയേർഡാണ്, ഞാൻ ടയേർഡാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ചില ആൾക്കാർ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബി ഒന്നും ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിരിക്കും. അവരോട് നമുക്ക് പറയാനുള്ളത്, ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ബേബിയെ നമ്മൾ ഇന്ന് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ നമ്മൾ ബേബി വേണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പടച്ച നമുക്ക് ബേബി തന്നില്ലെങ്കിലോ. അതുകൊണ്ട് അങ്ങനെയൊന്നും വിചാരിക്കണ്ട, അതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്, അതൊക്കെ സ്വീകരിക്കുക. ലൈഫ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, ഒരു പ്രത്യേക എൻജോയ്മെൻ്റ് ആണ് ബേബി കൂടെ ഉണ്ടെങ്കിൽ. Right, because they want to explore the life, baby. You can enjoy with the baby too as well, right? The enjoyment and the happiness will be slightly different with baby. അപ്പം കുഞ്ഞുമായിട്ടുള്ള ഒരു സന്തോഷം എൻജോയ്മെൻ്റൊക്കെ കുറച്ച് വ്യത്യാസമായിരിക്കും. സൺസെറ്റ് ആവാറായി കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ.